ഇതെൻ്റെ പഴയ ഒരു അനുഭവകഥയാണ്. അന്ന് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം. ഞാൻ എൻ്റെ അമ്മാവൻ്റെ കൂടെ ഒരുമിച്ച് വേറെ ആരുമില്ലാത്ത ഒരു പഴയ നാലുകെട്ടിലാണ് താമസം. എനിക്ക് അച്ഛനില്ലാത്തതിനാലും അമ്മാവൻ ജോലി ആവശ്യത്തിനായി വീട്ടിൽ നിന്നും ഒരുപാട് അകലെയുള്ള ഒരു കുടിയേറ്റ നഗരത്തിലുമായതിനാൽ ഞാൻ അമ്മാവൻ്റെ കൂടെ താമസിച്ച് പഠിക്കാനാണ് അവിടെ ചെന്നത്. 1984 കാലഘട്ടത്തിലാണ്. ഈ വീട് വാടകയ്ക്ക് എടുക്കുവാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. നഗരത്തിൽ നിന്നും കുറച്ചധികം മാറി ഏകാന്തമായ ഒരു ക്ഷേത്രത്തിന് പിറകിലാണ് ഈ നാലുകെട്ട് ഘനഗംഭീരമായി നിലകൊള്ളുന്നത്. അക്കാലത്തും ഇവിടെ വൈദ്യുതിയുണ്ട്. പോയാൽ പലപ്പോഴും 3-4 ദിവസം കഴിഞ്ഞേ വരുള്ളൂവെങ്കിലും. കൂടാതെ നാമമാത്രമായ വാടക മാത്രമേ അവർ ചോദിച്ചുള്ളൂ. എങ്കിലും ഈ വീട്ടിലേക്ക് റോഡ് സൗകര്യമേ ഇല്ല. നഗരത്തിൽ നിന്നും 3 കിലോമീറ്ററെങ്കിലും നടക്കണം ഇവിടെ എത്താൻ. വീടിൻ്റെ വടക്ക് ഭാഗത്തായി ഒരു ചെറിയ ഭംഗിയുള്ള കുളമുണ്ട്. അന്ന് കോളേജിൽ ഷിഫ്റ്റ് സമ്പ്രദായമായതിനാൽ ഉച്ചവരെ മാത്രമേ എനിക്ക് ക്ലാസ് ഉണ്ടാകാറുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം വന്നാൽ ആ വലിയ പറമ്പിലൊക്കെ ഒറ്റയ്ക്ക് നടക്കും. ഒരിക്കൽ അങ്ങനെ നടക്കുമ്പോൾ കുളത്തിലെ വെള്ളത്തിൽ ആരോ ചാടിയതുപോലുള്ള ശബ്ദം കേട്ടു. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അപ്പോഴും തിരയനക്കമുണ്ടായിരുന്നു. പക്ഷേ ഒന്നും കാണാനായില്ല. നിശബ്ദമുഖമായി സ്ഫടികതുല്യമായ ജലം തെങ്ങുകളുടെ നിഴലുകളെ പാമ്പാട്ടമാട്ടി ഭയപ്പെടുത്തി നിലകൊണ്ടു. അപ്പോഴും ഞാൻ അറിയുന്നുണ്ടായിരുന്നില്ല, ഞങ്ങൾ താമസിക്കുന്ന ആ മാളിക ഒരാളും താമസിക്കാനെന്നല്ല, ഒരു വീണ തേങ്ങ എടുക്കാൻ പോലും ഒരാളും അതിനകത്തേക്ക് തിരിഞ്ഞു നോക്കാത്ത അത്രയും ഭീകരമാണെന്ന്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ക്ലാസ് കഴിഞ്ഞ് വന്നാൽ ഉച്ചനേരങ്ങളിലൊന്നും വീട്ടിനകത്ത് അത്ര സുഖകരമായി തോന്നാറില്ല. ചില ദിവസങ്ങളിൽ പടിഞ്ഞാറ്റയുടെ മുന്നിലൂടെ നടക്കുമ്പോൾ തന്നെ എന്തെന്നറിയാത്ത ഒരു രൂക്ഷഗന്ധം പുറത്തേക്ക് വമിക്കുന്നതായി തോന്നും. അപ്പോൾ ഞാൻ കരുതും, പഴയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ വീട്ടിൽ നിന്നും പിന്നെ എന്ത് തരം ഗന്ധമാണ് വരിക എന്നൊക്കെ. ഈ മുറിയുടെ പിറകിൽ ഒരു കുഞ്ഞു മുറിയുണ്ട്. എപ്പോഴും ഈർപ്പം കെട്ടി നിൽക്കുന്ന പടിഞ്ഞാറേക്ക് തുറക്കാൻ ഒരു ചെറിയ കിളിവാതിലുള്ള മുറി. എനിക്ക് ഈ മുറിക്കടിയിൽ ഒരു നിലവറയുണ്ടോ എന്ന് സംശയമുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് അധിക നേരം നിൽക്കാൻ എനിക്ക് പറ്റില്ല. അവിടെ കയറി അധികം കഴിയും മുൻപ് ഒന്നുകിൽ ഒരു കുഞ്ഞു പാദസരത്തിൻ്റെ ശബ്ദം പുറത്തു നിന്നും കേൾക്കും, അല്ലെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ തേങ്ങൽ. ഇത് അടുക്കള ഭാഗത്തു നിന്നാണ് കേൾക്കാറ്. ആരാണെന്നറിയാനായി പോയി നോക്കിയാൽ ഒരു കറുത്ത പൂച്ചയെ അവിടെ എവിടെയെങ്കിലും കാണാമെന്നല്ലാതെ വേറൊന്നും ഉണ്ടാവാറില്ല. ആ ദേവീക്ഷേത്രത്തിൻ്റെ പിറകിലാണ് ഈ മാളിക വീട് നിലനിൽക്കുന്നത്. 4 കെട്ടാണ്. മുൻവശം കിഴക്കാണ്. മുന്നിലൊരു അമ്പലമുണ്ടെങ്കിലും ഏതാണ്ട് ഒരു 100 മീറ്റർ ദൂരമേ ഉള്ളൂവെങ്കിലും സാന്നിധ്യം തീരെ അറിയില്ല. വലിയ വിശാലമായ മുറ്റത്ത് നിറയെ പുല്ലും കാടും തൊട്ടാവാടിയും കൂടാതെ എരിക്കിൻ്റെ ചെടികളുടെ ഒരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. എപ്പോഴും ഇതിൻ്റെ പാൽഗന്ധം എന്നെ മനമടുപ്പിച്ചിരുന്നു. മുറ്റത്തു നിന്ന് കയറുന്നത് വീതി കുറഞ്ഞ ഒരു ഇറയത്തിലേക്കാണ്. ഇതിൻ്റെ തെക്കേ അറ്റത്ത് ചെറിയ കാർ ഗാരേജ് പോലുള്ള ഒരെണ്ണമുണ്ട്. വലിയ പുരയിടത്തിലെ തേങ്ങയും മറ്റും സൂക്ഷിക്കാനാവാം ഇത്. വടക്ക് വശത്ത് വീടിൻ്റെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന തരത്തിൽ വിശാലമായ ആൾമറയോട് കൂടിയ കിണറാണ്. ഇവയെല്ലാം കാലപ്പഴക്കമില്ലാതെ സിമന്റ് ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. കോലായിൽ നിന്നും അകത്തേക്ക് കയറിയാൽ ഒരു നടുമുറ്റം. ഇതിൻ്റെ തെക്കേ ഭാഗത്ത് 2 മുറികൾ, രണ്ടും നടുമുറ്റത്തിന് ചുറ്റുമുള്ള കോലായിലേക്ക് തുറക്കുന്നു. ഇതിനകത്ത് 2 മുറികളിലായി ഞാനും അമ്മാവനും കിടക്കാറുണ്ടായിരുന്നു. രാത്രികാലങ്ങളിൽ വീടിന് മുകളിൽ കൂടി ഏതോ ഒരു ജീവി നടുമുറ്റത്തേക്ക് ചാടി വരുന്നതായി അറിഞ്ഞതിനാൽ ഞങ്ങൾ പിന്നീട് പടിഞ്ഞാറ്റ എന്ന പ്രധാന ഭാഗത്തേക്ക് കിടപ്പ് മാറ്റുകയായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഒരു പട്ടിയോളം വലിപ്പമുള്ള മരപ്പട്ടിയെ 2ആയി കീറി മുറിച്ചിടുകയുണ്ടായി ഇവിടെ. എന്നാൽ കാൽപ്പാടുകളൊന്നും കാണാത്തതിനാൽ എന്താണ് സംഭവിച്ചതെന്നും മനസ്സിലായില്ല. നടുമുറ്റത്തിൻ്റെ ഭാഗത്തേക്ക് തുറക്കുന്ന വലിയ 3 വാതിലുകളുണ്ട്. പടിഞ്ഞാറ്റ ഭാഗത്തെ നീണ്ട കോറിഡോറിൽ നിന്നും ഒന്ന് തെക്കേ അറ്റത്തെ മുറിയായ കൊട്ടിലയുടെ മുന്നിൽ, രണ്ടാമത്തേത് പടിഞ്ഞാറ്റ മുറിയുടെ മുന്നിൽ നിന്നും നേരെ മുറ്റത്തേക്ക്, മൂന്നാമത്തേത് അടുക്കള ഭാഗത്തേക്ക് പോകുന്നത്. എന്ന് മാത്രമല്ല, അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ രാത്രികാലങ്ങളിലും മറ്റും ഈ കൊട്ടിലയുടെ മുന്നിലെ വരാന്തയിൽ ഒരു ചാരുകസേരയിട്ട് അതിന് മുകളിലൂടെ ഒരു പലക വെച്ച് അതിന് മുകളിൽ വെച്ചാണ് വായിക്കാറും എഴുതാറുമൊക്കെ.
മുകളിൽ കുറെ വിശാലമായ മുറികളും ഹാളും ഒക്കെ ഉണ്ടെങ്കിലും അത് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ തന്നിട്ടുണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കെൻ്റെ ജീവിതത്തിൽ എന്നോളം ഉണ്ടായിട്ടില്ലാത്ത ജീവൻ തന്നെ കൈവിട്ടു പോകുമായിരുന്ന ആ സംഭവത്തെ ഇന്നും എനിക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല. ഭയം എൻ്റെ വിരലിലൂടെ അരിച്ചു കയറുന്നു. തലയിലെ രോമങ്ങൾ പോലും എഴുന്നേറ്റ് നിൽക്കുന്നു. ഒരു ജൂലൈ മാസത്തിലെ തിങ്കളാഴ്ചയാണ്. നാടെങ്ങും മഴയും വെള്ളവും. അമ്മാവൻ എന്തോ കാര്യത്തിനായി ശനിയാഴ്ച നാട്ടിലേക്ക് പോയതാണ്. അമ്മാവൻ എന്നോട് അധികം മിണ്ടുകയൊന്നുമില്ല. ഇവിടെ രജിസ്ട്രാർ ഓഫീസിൽ UDC ആണ്. അതിൻ്റെ തലക്കനവുമുണ്ട്. 2 രാത്രി ഒറ്റയ്ക്ക് ഉറങ്ങിയെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. എങ്കിലും ആ കൊലുസിൻ്റെ ശബ്ദം കുറച്ച് നാളുകളായി തുടർച്ചയായി കേൾക്കുന്നുണ്ട്. ഒരു കുഞ്ഞിൻ്റെ ചിണുങ്ങൽ, ഇടയ്ക്കൊരു ചെറിയ മൂളിപ്പാട്ട്. ഒരു പെറ്റിക്കോട്ടുകാരിയുടെ സാന്നിധ്യം എന്നെ വല്ലാതെ പിരിമുറുക്കുന്നു. നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ അവിടൊക്കെ ഉണ്ട്. അതെന്നെ ഭയപ്പെടുത്തിയില്ല. പക്ഷേ ഇടയ്ക്ക് വരുന്ന ആ രൂക്ഷഗന്ധം, അത് അവളിൽ നിന്നല്ല. ആ ഇടയ്ക്കായി വേറൊരു സാന്നിധ്യം എൻ്റെ കണ്ണിൽ മിന്നി മറഞ്ഞിരുന്നു. അടുക്കള ഭാഗത്താണ്. ഒരു സ്ത്രീയാണ്. മലബാറിലെ നായർ സ്ത്രീകൾ ഉടുക്കുന്ന വെള്ളമുണ്ട് തട്ടുടുത്ത് അതിനു മുകളിൽ കച്ചമുണ്ട് വൃത്തിയായി ഉടുത്ത ഒരു സ്ത്രീ. അസാമാന്യ വലിപ്പമായിരുന്നു. സാധാരണ നിലയിലുള്ള ചുവന്ന ബ്ലൗസ് ഇട്ടിട്ടുണ്ട്. ആരാണെന്നറിയാൻ ഞാൻ അടുക്കള വാതിക്കലേക്ക് പോയപ്പോഴാണ് ആ രൂക്ഷഗന്ധത്തിൻ്റെ ഉറവിടം എനിക്ക് തിരിച്ചറിയാനായത്. ഞാൻ ഭയചകിതനായി പുറകോട്ടോടി. ഈ സംഭവം അമ്മാവനോട് പറഞ്ഞപ്പോൾ മൂപ്പർ പറഞ്ഞത് നിനക്ക് തോന്നിയതാവും, ഇവിടെ അങ്ങനെയൊന്നും ഇല്ല എന്നാണ്. ഇന്നും ഒറ്റയ്ക്ക് കിടക്കേണ്ടി വരുമോ എന്ന ഭയത്തിലായിരുന്നു. വൈകിട്ട് മുതൽ വീശിയടിക്കുന്ന കാറ്റും മഴയുമാണ്. തൊടിയിൽ ആരോ എന്നോ നട്ട വിളവെടുക്കാതെ കാറ്റിലും മഴയിലും ഒടിഞ്ഞു തൂങ്ങി ഉണങ്ങി അഴുകി തുടങ്ങിയ കുറെ വാഴയുണ്ട്. അത് ചിലപ്പോൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ ആരോ നിൽക്കുന്നത് പോലെ തോന്നും. ചിലപ്പോൾ അടുത്ത് വരികയാണെന്ന് തോന്നും. പുറത്തിരിക്കാൻ ഭയം തോന്നി. അകത്ത് എൻ്റെ ചാരുകസേരയിലിരിക്കാമെന്ന് കരുതി അകത്ത് കാലെടുത്ത് വെച്ചതും കറണ്ട് പോയി. മെഴുകുതിരി ഞാൻ കിടക്കുന്ന ആ മുറിയിലാണ്, പടിഞ്ഞാറ്റയിൽ. എനിക്ക് ഒരല്പം ഭയം തോന്നി. ആ രൂക്ഷഗന്ധം അടിക്കുമോ എന്നാണ്. ഏതായാലും അങ്ങോട്ടേക്ക് നടന്നു. ഒരു ചെറിയ അലമാരയുണ്ട് ചുമരിൽ. അതിനകത്താണ് സാധന സാമഗ്രികളെല്ലാം. വാതിലൊന്നുമില്ല ഈ അലമാരയ്ക്ക്. തപ്പി ഇതിനകത്ത് കയറിയപ്പോൾ എന്തോ നെഞ്ചത്ത് തട്ടി. തൂങ്ങിക്കിടക്കുന്ന പോലെ. ഒരു മാത്രയിൽ മാത്രം. പിന്നെ കണ്ടില്ല. എങ്ങനെയോ തീപ്പെട്ടിയും മെഴുകുതിരിയും എടുത്ത് കത്തിച്ചു. സമാധാനമായി. അവിടെ ഒന്നുമില്ല. ഞാൻ എൻ്റെ ചാരുകസേരയുടെ മുകളിലെ പലകയിൽ മെഴുകുതിരി കുത്തി നിർത്തി. ഇരിക്കാൻ തുടങ്ങുമ്പോൾ പാദസരത്തിൻ്റെ ശബ്ദം കേട്ടു. അവളുടെ ശബ്ദവും വ്യക്തമായി കേട്ടു. അമ്മേ, വിശക്കുന്നു. പിന്നെ ചിണുങ്ങലും. എന്തോ ഭയമൊന്നും തോന്നിയില്ല. ഞാൻ പറഞ്ഞു, വിശക്കുന്നതിന് അവിടെ നിന്ന് ചിണുങ്ങിയാൽ കിട്ടുമോ? ഇങ്ങോട്ടേക്ക് വാ, ഞാൻ എന്തെങ്കിലും തരാം എന്ന്. ഒരു 10 സെക്കൻഡ് കഴിഞ്ഞു കാണും. മെഴുകുതിരിയുടെ അരണ്ട വെളിച്ചം അകത്തെ ഇടനാഴിയിലേക്ക് നീണ്ടു പോകുന്നുണ്ട്. ഞാൻ വ്യക്തമായി കണ്ടു. അസാമാന്യമായ ഉയരം, അതേ ചുവന്ന ബ്ലൗസ്. ഇടനാഴിയുടെ വടക്കേ അറ്റത്തു നിന്നും നടന്നു വരികയാണ് ഒരു പെറ്റിക്കോട്ടിട്ട പെൺകുട്ടിയുടെ കൈപിടിച്ചുകൊണ്ട്. കൂടെ ആ രൂക്ഷഗന്ധവും. എനിക്ക് ഓടണമെന്നുണ്ട്, പക്ഷേ അനങ്ങാൻ പറ്റുന്നില്ല. പെട്ടെന്ന് എവിടെന്നോ ചലനശേഷി വീണ്ടു കിട്ടി. ഒരൊറ്റ ചാട്ടം. വീണത് പൂപ്പൽ പിടിച്ച നടുമുറ്റത്ത്. പിന്നീട് ഒന്നും ഓർമ്മയില്ല. ഉറക്കമുണർന്നപ്പോൾ മുഖത്ത് വല്ലാത്ത വേദന. മുഖമാകെ വീർത്തിട്ടുണ്ട്. ഇടത്തെ കവിളും മൂക്കും വല്ലാണ്ട് ചതഞ്ഞിട്ടുണ്ട്. ഞാനിത് എവിടെയാണ്? ചുറ്റും ആരുമില്ല. എന്തോ എണ്ണയുടെയും മരുന്നിൻ്റെയും മണമുണ്ട് ചുറ്റിലും. ഒരു കാര്യം മനസ്സിലായി, മരിച്ചിട്ടില്ല. പെട്ടെന്ന് അവസാന നിമിഷങ്ങൾ ഓർമ്മ വന്നു. ഭയന്ന് ഞെട്ടിവിറച്ചു. ശബ്ദം പുറത്തു വന്നില്ല. അപ്പോഴേക്കും വയസ്സായ മുഷിഞ്ഞ് തോർത്തെടുത്ത ഒരാൾ കടന്നു വന്നു. അദ്ദേഹം പറഞ്ഞു, പേടിക്കേണ്ട, കിടന്നോളൂ. ഞാനിത് എവിടെയാണ്? അദ്ദേഹം പറഞ്ഞു, ഇന്നലെ രാത്രി വൈകിയാണ് ഇവിടെ കൊണ്ടുവന്നത്. വന്ന സ്ഥലം അറിയാവുന്നതുകൊണ്ട് ഏകദേശം ഊഹിച്ചു. എന്താണെന്നൊക്കെ പിന്നെ പറയാം.
വിശ്രമം ആവശ്യമാണ്. അപ്പോഴും എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ഇത്ര നാളും എവിടെയായിരുന്നു ജീവിച്ചത്? എന്താണ് വന്ന സ്ഥലത്ത്? എത്ര ദിവസമായി ഞാനിവിടെ എത്തിയിട്ട്? ആരാണയാൾ? അമ്മാവൻ എവിടെ? ഒന്നും ചോദിക്കാൻ അനുവദിച്ചില്ല. കൈത്തണ്ടയിൽ കിടന്നിടത്തു നിന്ന് എന്തോ തടഞ്ഞപ്പോൾ തൊട്ടുനോക്കി. ഒരു ഏലസാണ്. ആരോ ജപിച്ചു കെട്ടിയിട്ടുണ്ട്. ഒരു സമാധാനം തോന്നി. അങ്ങനെ അനങ്ങാതെ കിടന്നു. മുഖം വല്ലാതെ വേദനിക്കുന്നുണ്ട്. ഒരു കണ്ണാടി കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് നോക്കാമായിരുന്നു. ആരോട് ചോദിക്കാൻ? ആരെയും കാണാനില്ല. അടുത്തുള്ള ഏതോ മുറിയിൽ നിന്ന് എന്തോ അരയ്ക്കുകയോ ഇളക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. പച്ചമരുന്നിന്റെ ഗന്ധം അവിടെയെല്ലാം കെട്ടിനിൽപ്പുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ നേരത്തെ വന്നയാൾ ഒരു നാഴി പോലുള്ള ഓട്ട് ഗ്ലാസ്സിൽ എന്തോ കൊണ്ടുവന്ന് തന്നു കുടിക്കാൻ പറഞ്ഞു. ഒരു ഗ്ലാസ് നിറയെ കറുത്ത നിറമുള്ള വെള്ളം. വായിലൊഴിച്ചപ്പോൾ ഓക്കാനം വന്നു. തൊണ്ട പൊട്ടുന്ന കയ്പ്. എങ്ങനെയൊക്കെയോ മുഴുവൻ കുടിച്ചു. 3 ദിവസം അവിടെ കിടന്നു. ബോധം വീണ്ടു കിട്ടിയ ദിവസം വൈകിട്ടാണ് അമ്മാവനെ കണ്ടത്. അമ്മാവൻ അന്നും ഓഫീസിൽ പോയിരുന്നു. വൈകിട്ട് വീതം വയ്ക്കുന്ന കിമ്പിളം അമ്മാവന് സ്വന്തം ജീവനേക്കാൾ വലുതാണല്ലോ. അമ്മാവൻ തിങ്കളാഴ്ച വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോൾ കണ്ടത് ഞാൻ നടുമുറ്റത്ത് ചോര പുരണ്ട് കിടക്കുന്നതാണത്രേ. അടുത്തെങ്ങും വീടില്ലാത്തതിനാൽ ആരും സഹായത്തിന് വന്നില്ല. അവസാനം ക്ഷേത്രത്തിലെ പൂജാരിയായ ഒരു ബ്രാഹ്മണനുണ്ട്. അദ്ദേഹമാണ് സഹായത്തിനെത്തിയത്. അവിടുന്ന് തിടപ്പള്ളിയിൽ കൊണ്ട് കിടത്തിയതിനു ശേഷമാണ് നാട്ടുകാർ വന്നത്. അമ്മാവൻ അന്ന് തന്നെ വീടൊഴിഞ്ഞു. വരാൻ നേരത്ത് വൈദ്യരാണ് ആ വീടിനെക്കുറിച്ച് വിശദമായി പറഞ്ഞു തന്നത്. ആ വീട്ടിൽ ഒരമ്മയും മകളുമാണ് താമസിച്ചിരുന്നത്. ഭർത്താവ് ഒരു സഞ്ചാരിയാണ്. കുറെ കാലമായി ഒരു വിവരവുമില്ല. ഒരുപാട് സ്വത്തുക്കളുള്ള ഒരു വലിയ തറവാട്ടിലെ അംഗമാണ് ഈ സ്ത്രീ. വളരെ കുലീനമായ അവർ ഒറ്റയ്ക്ക് താമസം തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. മകൾക്ക് 9 വയസ്സുള്ളപ്പോഴാണ് അത് സംഭവിക്കുന്നത്. ഏകാന്ത ജീവിതത്തിന്റെ മടുപ്പിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടണമെന്ന് തോന്നി. അവർ മകളോട് കാര്യം സംസാരിച്ചു. നമ്മൾ എന്തിനു വേണ്ടിയാണ് മോളെ ഇങ്ങനെ ആരോരുമില്ലാതെ ജീവിക്കുന്നത്? നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് മടങ്ങാം. അവിടെ സ്വർഗത്തിൽ നിനക്ക് ഇഷ്ടം പോലെ കൂട്ടുകാരെ കിട്ടും. സുഖമായിരിക്കും. മകളും സമ്മതിച്ചു. കുഞ്ഞിന് എന്തറിയാം? എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒന്നും അറിയാതെ അവൾ ആ മുഹൂർത്തത്തിന് വേണ്ടി കാത്തിരുന്നു. അമ്മ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഒരു കയറെടുത്ത് കൊണ്ടുവരുന്നു. അതിൻ്റെ 2 തലയിലും ഓരോ കുരുക്കിടുന്നു. പടിഞ്ഞാറ്റയിലെ മച്ചിൻ്റെ ഇടയിലൂടെ കയറിടുന്നു. അങ്ങനെ പലതും. മകൾ അതെല്ലാം നോക്കി നിൽക്കുന്നു. അവസാനം അമ്മ പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നതുപോലെ പെട്ടി തുറന്ന് ഒരു സാരി എടുത്ത് കീറി ഒരു കുരുക്കിൻ്റെ കയറി ചുറ്റി മൃദുലമാക്കി. ഉച്ചയ്ക്ക് മടിയിലിരുത്തി തൈരും പപ്പടവും നെയ്യും ഒക്കെ ചേർത്ത് വയറ് നിറച്ച് ചോറ് കൊടുത്തു. പിന്നീട് കൈ കഴുകിച്ചു. നല്ല പുതിയ പെറ്റിക്കോട്ട് ഇട്ടുകൊടുത്തു. അവർ ആ കുഞ്ഞിനെ ആദ്യം കയറിൽ കുരുക്കി, മറ്റേ അറ്റത്ത് സ്വയം കുരുക്കി. പിറ്റേന്ന് രാവിലെ പാലുമായി ചെന്ന സ്ത്രീയാണ് ആദ്യം അറിയുന്നത്. കുറച്ചു കാലമൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പിറ്റേന്ന് രാവിലെ പാലുമായി ചെന്ന സ്ത്രീയാണ് ആദ്യം അറിയുന്നത്. കുറച്ചു കാലമൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ ആ കിണറ്റിന്റെ കരയിൽ ഒരമ്മ മകളുടെ തലയിൽ പേന്നോക്കുന്നത് ചിലർ കാണുകയുണ്ടായി. പതിയെ അതെവിടെ ഒരു സ്ഥിരം സാന്നിധ്യമായി മാറി. എന്നാലും ഞാൻ ഓർത്തു, ഞാൻ ഉറങ്ങിയിരുന്നത് ആ മുറിയിൽ അവർ തൂങ്ങിയാടിയതിന് താഴെയായിരുന്നു. ചിലപ്പോഴൊക്കെ എഴുന്നേൽക്കുമ്പോൾ തല എന്തിലും മുട്ടുന്നത് പോലെ തോന്നാറുണ്ടായിരുന്നു. കറണ്ട് പോയപ്പോൾ മെഴുകുതിരിയും തീപ്പെട്ടിയും എടുക്കാൻ ചെന്നപ്പോൾ നെഞ്ചിലെന്തോ തൂങ്ങിയാടിയതായി തോന്നിയത്. പിന്നീട് ഞാൻ അവിടെ പോയിട്ടില്ല. ഇന്ന് ആ വീട് അവിടെ ഇല്ലെന്നാണ് അറിഞ്ഞത്. ആ പുരയിടം ആരോ വിലയ്ക്ക് വാങ്ങി വീട് ഇടിച്ചു പൊളിച്ചു. അങ്ങനെ ആത്മാക്കളെ വേണ്ട ശേഷക്രിയകൾ ചെയ്ത് മോക്ഷപ്രാപ്തി വരുത്തി. ഇനിയും ഇതുപോലുള്ള ഭയാനകമായ പ്രേതാനുഭവങ്ങൾ കേൾക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്.